നമസ്കാരം. മീഡിയ ഗ്രാമിൻ്റെ വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് ചാനലുകളെ പോലെ തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഏത് ചർച്ചയും ഇപ്പോൾ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അനവസരത്തിലാകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ചില പൊതു ട്രെൻഡുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പൊതു ട്രെൻഡുകൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് എളുപ്പ വഴിയായിട്ട് പല നിരീക്ഷകരും സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്, അന്ന് കിട്ടിയ വോട്ട്, ജയിച്ച കക്ഷി, ജയിച്ച സമുദായം, ഇങ്ങനെയുള്ള കുറേ കണക്കുകൾ എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലിനെ കുറിച്ചുള്ള പഠനമാണ് നടത്തുന്നത്. പക്ഷേ മൗലികമായി ഈ പഠനം പലപ്പോഴും പരാജയപ്പെടുകയാണ് പതിവ്. നിസ്സാരമായ രണ്ട് ഉദാഹരണം പറയാം. കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റിൽ ശ്രീ രാഘവൻ ആദ്യ വട്ടം ജയിക്കുമ്പോൾ കിട്ടിയ ഭൂരിപക്ഷം എത്രയായിരുന്നു? പിന്നീട് കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? CR മഹേഷ് ആദ്യം തോക്കുമ്പോൾ എത്ര നിസ്സാരമായ വോട്ടിനാണ് തോറ്റത്? പിന്നീട് കിട്ടിയ വോട്ട് എത്രയാണ്? ഇത് കാണിക്കുന്നത് നമ്മുടെ കാൽക്കുലേഷനുകളുടെ പരിധിക്കപ്പുറം, ചിന്തിക്കാവുന്നതിൻ്റെ പരിധിക്കപ്പുറം പലപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന, തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാകും. ഇത്തരം ഘടകങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ചൂണ്ടിക്കാണിക്കാം. പാലക്കാട് കോർപ്പറേഷൻ മുനിസിപ്പൽ ഹാളിൽ ഹെഗ്ഡവാറിൻ്റെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാർ തമ്മിൽ കായികമായ ശക്തിപ്രകടനത്തിന് തയ്യാറായി. ചിലർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ ഇത് നമ്മൾ ഇന്നലെ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ, അല്ലെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമ്പോൾ അവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. CPM BJP ബന്ധത്തെക്കുറിച്ച്, പരസ്പര സഹായത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, നമ്മൾ നീലപ്പെട്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം BJPയുടെയും CPMൻ്റെയും അണികൾക്ക്, നേതാക്കൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും പരസ്പരം യോജിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാനസികമായി അവർ അകന്നു കഴിഞ്ഞു. ഈ അകൽച്ച നാളെ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെ കേരളത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന CPM BJP, അല്ലെ പിണറായി വിജയൻ വരെ കണക്ക് കൂട്ടുന്ന BJPയുടെ സഹായം കിട്ടും എന്ന കണക്ക് കൂട്ടൽ താഴെ തട്ടിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ തീർച്ചയായും പ്രയാസം തന്നെയാവും. ഇനി വീണ്ടും ഇവിടെ ഏത് മുന്നണിയാണ് മുമ്പിൽ നിൽക്കുന്നത്? അത്തരമൊരു കണക്കെടുക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇപ്പോൾ സ്റ്റാറ്റസ് കോ ആർക്ക് അനുകൂലമാണ്? നിലവിലിരിക്കുന്ന സാഹചര്യമല്ല, നിലവിലിരിക്കുന്ന പവർ ഇക്വേഷൻ ആർക്ക് അനുകൂലമായിട്ടാണ്? അത് LDFന് അനുകൂലമായിട്ടാണ്, വളരെ മൃഗീയമായിട്ട് അനുകൂലമാണ്. പക്ഷേ ഈ ഇക്വേഷൻ നാളെ നിലനിർത്താൻ പറ്റുമോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയ ഇത്രയും സീറ്റുകൾ അല്ലെങ്കിൽ ഇത്രയും വോട്ടുകൾ നിലനിർത്താൻ പറ്റുമോ? പറ്റുന്നില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വോട്ടുകളുടെ കുറവ്, അവർക്കുണ്ടാകുന്ന സീറ്റുകളുടെ കുറവ്, അത് നേടിയെടുക്കാൻ പോകുന്ന ആരായിരിക്കും? അതാണ് ഏറ്റവും ചോദ്യം. ഇടതുപക്ഷത്തിന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കിട്ടി നിൽക്കുകയാണിപ്പോൾ, സീറ്റായിട്ടും വോട്ടായിട്ടും. നാളെ അതിൽ കുറവ് വന്നാൽ ഇതാർക്കാണ് കിട്ടാൻ പോകുന്നത്? നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇത് കുറവ് വന്നാൽ, ഈ വോട്ട് കുറവ് വന്നാൽ ഒന്നുകിൽ കോൺഗ്രസ് മുന്നണിക്ക് കിട്ടണം, അല്ലെങ്കിൽ BJPക്ക് കിട്ടണം. ഞാൻ ആദ്യം പറഞ്ഞു, BJPയും ഇടതുപക്ഷവുമായിട്ടുള്ള വൈകാരികമായ അകൽച്ച ഓരോ ദിവസം കൂടിക്കൂടി വരും. പിണറായി വിജയൻ അതിനെ കവറപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് ഒരു വശത്ത്. കാരണം തൻ്റെ നിലനിൽപ്പ്, വ്യക്തിപരമായ നിലനിൽപ്പ് BJP ആശ്രയിച്ചു എന്നുള്ള ബോധം പിണറായി വിജയനുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറ്റ് നേതാക്കൾക്കോ അണികൾക്കോ അങ്ങനെ ഒരു ബോധമുണ്ടാകണമെന്നില്ല. അവരുടെ ശത്രു BJP തന്നെയാണ്. ഇത് ജനങ്ങളെ പറ്റിക്കുക, അല്ലെങ്കിൽ കുറേ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങനെയെങ്കിലും നേടാൻ വേണ്ടി BJP വിരുദ്ധത പറയുന്നതിനപ്പുറത്തേക്ക് ഇത് രണ്ടും ശത്രുക്കളാണ്. പിന്നെ രണ്ടാമത്, ഇവിടെ ഈ കുറവ് വരുന്ന LDF വോട്ട് ഇപ്പം എങ്ങനെ, ഏതെല്ലാം രംഗത്തുനിന്ന് കുറവ് വരും? തീർച്ചയായിട്ടും മുസ്ലിം വോട്ടുകളിലെ ക്രിസ്ത്യൻ വോട്ടുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയതിൽ കുറവ് വരും, ഉറപ്പായിട്ടും കുറവ് വരും. ആ വോട്ടുകൾ 90%, 99% പോകാൻ സാധ്യത UDFിലേക്കാണ്. പിന്നെ LDFന് ബലമായി നമുക്ക് കാണാൻ പറ്റുന്നത്, ആവർത്തിച്ച് കാണാൻ പറ്റുന്നത്, വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും പറയുന്നുണ്ട്, പിണറായി വിജയൻ്റെ മൂന്നാമത്തെ ടേം ഉണ്ടാകും
വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. പക്ഷെ ഒന്ന് മറക്കണം, ഒന്ന് ഓർത്തിരിക്കണം, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വോട്ടുകൾ, വെള്ളാപ്പള്ളി നടേശന് സ്വാധീനിക്കാവുന്ന വോട്ടുകളിൽ മുഴുവൻ തന്നെ 99% ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കൈവശമുള്ള വോട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ പിന്തുണയ്ക്കുന്നതുകൊണ്ട് എക്സ്ട്രാ വോട്ട് കിട്ടാനില്ല. ഈ സത്യം അംഗീകരിക്കുമോ? പുതുതായൊരു വോട്ട് കിട്ടാനില്ല. ഈഴവരിലേക്കോ അല്ലെങ്കിൽ ഈഴവരുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ വോട്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഈഴവർ, അതുപോലെ ആ സമുദായത്തിൽപ്പെട്ട മറ്റ് പാർട്ടികൾക്ക് BJPയിലേക്ക് പോയവർ, ഇവരൊന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതുകൊണ്ട് മാറാൻ പോകുന്ന വോട്ടല്ല. ഈ സത്യം അംഗീകരിക്കാതെ, ഇത്തരം പ്രൈമറി ആയിട്ടുള്ള ചില റിയാലിറ്റീസ് അംഗീകരിക്കാതെ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ ശ്രമിച്ചാൽ അത് മണ്ടത്തരമായിരിക്കും. തിരഞ്ഞെടുപ്പിനെ അതിൻ്റെ സാമൂഹ്യ സ്വഭാവം വെച്ച്, ഓരോ ജില്ലകൾക്കുണ്ട് സാമൂഹ്യ സ്വഭാവം. ഒരു 5 വർഷം മുമ്പായിരുന്നെങ്കിൽ, 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇടതുപക്ഷം ജയിക്കുന്ന കുറേ ജില്ലകളുണ്ടായിരുന്നു. ഇടതുപക്ഷം മാത്രം, ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണ മേധാവിത്വം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, അങ്ങനെ ജില്ലകൾ. ഇങ്ങോട്ട് വരുമ്പോൾ കൊല്ലം, കുറച്ച് ആലപ്പുഴ. ഇന്ന് ഇടതുപക്ഷത്തിന് മേധാവിത്വമുള്ള ഒരു ജില്ല പറയാൻ പറ്റുമോ? ഒരു ജില്ല. കൊല്ലം പോലും പറയാൻ പറ്റില്ല. അവിടെ പോലും അത്ഭുതങ്ങൾ സംഭവിക്കാം. അതിന് മറിച്ച് കോൺഗ്രസ്സിന് അത് തുടങ്ങുന്നത് ഉറപ്പുള്ള 2 ജില്ലയിൽ നിന്നാണ്. ഒന്ന് മലപ്പുറവും ഒന്ന് എറണാകുളവും. രണ്ടാമത് പരസ്പരം ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഏക ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തിൻ്റെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് ഒത്തിരിയുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യാനുള്ള ധൃതി, പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? പിണറായി വിജയനായിരിക്കുമോ മോഡി ആയിരിക്കുമോ? അപ്പം അത്തരം സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സമഗ്രമായ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ്. അത് ഓരോ നിയോജകമണ്ഡലങ്ങളും ഓരോ ജില്ലയിലെയും കവർ ചെയ്യും. അതിൻ്റെ സാമൂഹിക പ്രസക്തമായ രീതിയിൽ തന്നെ കവർ ചെയ്യാൻ നോക്കും.